ബ്രെയിൻ ട്രീ ചിൽഡ്രൻസ് സ്പെഷ്യൽ സ്കൂളിന്റെ ഓണാഘോഷം നടത്തി. ചാലക്കുടി ബ്രെയിൻ ട്രീ ചിൽഡ്രൻസ് സ്പെഷ്യൽ സ്കൂളിന്റെ ഓണാഘോഷം ചോല ആർട്സ് ഗാലറിയിൽ സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ വി.ജെ. ജോജി ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ ടി.ഡി. എലിസബത്ത് അധ്യക്ഷയായി. സുമി ജോമോൻ, സുമി നിക്സൺ, ആഷ്ന ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായി. ഈ ഒരു രണ്ടാഴ്ച കാലം നിരവധി ഓണാഘോഷങ്ങൾ നമ്മുടെ കേരളക്കരയിൽ മുഴുവൻ നടക്കുന്നതോടൊപ്പം തന്നെ ചാലക്കുടിയിൽ നടക്കുന്നു. ഞങ്ങളും നിരവധി ഓണാഘോഷങ്ങളിൽ പങ്കുചേരുന്നു. അടുത്ത ആഴ്ച ഹൗസ് ബോർഡ് ബോർഡിൽ ഓണാഘോഷമുണ്ട്, ലയൻസ് കമ്മിറ്റിയുണ്ട്, റോട്ടറി കമ്മിറ്റിയുണ്ട്, അതോടൊപ്പം തന്നെ നഗരസഭയിൽ ഓണാഘോഷമുണ്ട്, ഈ വായു ഓണാഘോഷമുണ്ടെങ്കിൽ നിരവധി ഓണാഘോഷങ്ങളുണ്ടെങ്കിലും ഇതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ഓണാഘോഷം ഭൂമിയിലെ മാലാഖമാരോടൊപ്പമുള്ള ഞങ്ങളുടെ ഓണാഘോഷം ഏറ്റവും വലിയ ഓണാഘോഷമായിട്ട് ഞങ്ങൾ ഇന്ന് കാണുകയാണ്. ഏറ്റവും വലിയ സന്തോഷമുള്ള ചടങ്ങായിട്ട് ഇന്ന് കാണുകയാണ്. ആദ്യമായിട്ട് ഈ ഒരു വർഷത്തിലെ ഏറ്റവും ആദ്യത്തെ ഓണാഘോഷം ഇന്ന് ഈ ഭൂമിയിലെ മാലാഖമാരോടൊപ്പം തുടങ്ങി വെക്കുന്നതിനുള്ള സന്തോഷം കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമുക്കറിയാം, ബ്രെയിൻ ട്രീ 2016 ചാലക്കുടി ഹൗസിംഗ് ബോർഡിനോട് ചേർന്നുള്ള സ്ഥലത്ത് സ്ഥാപനം തുടങ്ങിയും ഏകദേശം 10 വർഷക്കാലം അല്ലെങ്കിൽ 8 വർഷക്കാലം ആ നീണ്ടുള്ള ആ പ്രവർത്തനത്തിൽ അതിൽ ഏറ്റവും എടുത്തു പറയാവുന്നത് നിരവധി വിദ്യാർത്ഥികൾ സാധാരണ ഇതിലവർക്ക് ഇവര് മറ്റുള്ളവരെക്കാൾ കൂടുതൽ കഴിവുള്ള കുട്ടികളാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്നാലും ചില പോരായ്മകളൊക്കെ ഉണ്ട്. പക്ഷെ ആ കുട്ടികളെ ഒരു പരാതിയുമില്ലാതെ എന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് മാതാപിതാക്കൾ ഏതെങ്കിലും വിധത്തിലുള്ള പരാതികൾ സംഭവിച്ചാൽ ആദ്യം അവരെത്തുന്നത് കൗൺസിലർമാരായിട്ട് ഞങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ഈ 8 വർഷക്കാലത്തിലേക്ക് ഒരു മാതാപിതാവും എന്റെ കുട്ടിയെ അവിടെ കൃത്യമായിട്ട് നോക്കിയില്ല അല്ലെങ്കിൽ അവരെ ഉപദ്രവിച്ചു എന്നുള്ള ഒരു പരാതി പോലും ഇല്ലാതെ ഏറ്റവും നല്ല രീതിയിൽ, അതും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ മക്കളാണ് ഇവിടെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നത്. നമ്മുടെ നാട്ടില് നിരവധി ഹൈടെക് വിദ്യാലയങ്ങൾ നിലവിലുണ്ട്. ഈ മേഖലയിലുള്ള കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഹൈടെക് വിദ്യാലയങ്ങളുണ്ട്. സാധാരണക്കാരായിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഈ ഒരു വിദ്യാലയം ഇന്നും ഏറ്റവും നല്ല രീതിയിൽ യാതൊരുവിധ പരാതികളോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നിങ്ങളെ മക്കളെ നോക്കുന്നത് പോലെ തന്നെ, സ്വന്തം മക്കളെ ഈ അമ്മമാരായിട്ടുള്ള നിങ്ങൾ നോക്കുന്നത് പോലെ തന്നെ 25 അല്ലെങ്കിൽ 30 അധികം ഈ പിഞ്ചു കുട്ടികളെ ഈ രണ്ടമ്മമാരും ഇവിടെ കൂടുതലുള്ള അമ്മമാരും ചേർന്ന് സ്വന്തം കുട്ടികളെ പോലെ കാത്തു പരിപാലിച്ചുകൊണ്ടോ ഈ സ്ഥാപനത്തിലെ അധ്യാപകരെ നിങ്ങൾ നമിക്കുന്നു. കാരണം ഞാൻ പറയാൻ കാരണം 2 ദിവസം മുന്നാണ് അധ്യാപകനുണ്ടായത്. ആ അധ്യാപകത്തില് ഞാൻ ഈ വാർഡിന്റെ കൗൺസിലറാണ്. ഈ വാർഡില് നിരവധി അധ്യാപകരുണ്ട്. തൊട്ടടുത്ത് ഞാൻ താമസിക്കുന്നത് ഹൗസിംഗ് ബോർഡ് ബോർഡിലാണ്. അവിടെയും നിരവധി അധ്യാപകരുണ്ട്. എന്റെ മനസ്സിൽ ആദ്യം ഉയർന്നു വന്ന ആ ഒരു അധ്യാപിക ടീച്ചർ തന്നെയായിരുന്നു. പക്ഷെ അന്ന് ഞാൻ കുറച്ച് തിക്കും തിരക്കൊക്കെ ഉണ്ടായതിന്റെ പേരിൽ എനിക്ക് ആദരിക്കാൻ കഴിഞ്ഞില്ല. ആ ആദരവ് വാക്കുകൊണ്ട് നൽകുന്നു. ടീച്ചർ എല്ലാവിധ ആശംസകളും നിങ്ങളുടെ കുട്ടികളെ പോലെ സംരക്ഷിച്ചു പോകുന്നതിന് ഈ അവസരത്തിൽ നമിക്കുന്നു, നിങ്ങളെ വന്ദിക്കുന്നു.